Hi, welcome everyone to 90 plus double power tuition, world's first learning assurance model. So hi everyone. കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഇനി കുറച്ച് കുട്ടികളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? So I will be your chemistry tutor for today and my name is Minna Rose Thomas. So ഇന്ന് അവധിയായിരുന്നു എല്ലാവർക്കും. കുറച്ച് ജില്ലകളിലൊക്കെ അവധിയായിരുന്നു അല്ലേ? So എല്ലാവർക്കും എങ്ങനെയാ മഴയൊക്കെ ഉണ്ടോ? This one. എല്ലാരും ക്യാമറ ഒന്ന് ഓണാക്കാവോ? Everybody, turn on your camera. Yeah. Okay. Rizwan? Mohammed Rizwan ആണോ? Yes, ma'am. Yeah. So, അവിടെ എങ്ങനെയാ മഴ ഉണ്ടോ? മഴയുടെ ഇന്ന് ബുദ്ധിമുട്ടൊക്കെയാണോ? ഇന്നലെ ഉണ്ടായിട്ടാ. ഇന്നലെ ഇന്നും ഒന്നും ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഓക്കെ. സോ എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുന്നു അല്ലേ? ക്യാമറ ഓൺ ആക്കാത്ത കുറെ പേര് ഇനിയുണ്ട് കേട്ടോ. എല്ലാരും ഒന്ന് വേഗം ക്യാമറ ഓൺ ആക്കണം. സോ നൗ ടുഡേ വി ആർ അറ്റ് ഡേ 2 വർക്ക്ഔട്ട് സെക്ഷൻ അല്ലേ? നമ്മൾ എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് അല്ലേ? അതിന്റെ നമ്മളുടെ ഡേ 2 വർക്ക്ഔട്ടിലാണ്. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് അവർ ക്ലാസ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ഡബിൾ പവർ ട്യൂഷൻ മോഡൽ വൺസ് അഗൈൻ. ഓക്കെ, സോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഡബിൾ പവറിന്റെ കാര്യങ്ങൾ ഒന്ന് ഷോർട്ട് ആക്കി. എങ്ങനെയായിരുന്നു? നമ്മള് ഡബിൾ പവർ ട്യൂഷൻ അല്ലെ? പേരിൽ തന്നെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഡബിൾ പവർ, വിച്ച് മീൻസ് ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ 2 തവണയാണ് കാണാൻ. That is why it is called double power tuition. So ഓരോ ടോപ്പിക്സിനും 2 സെഷൻസ് ഉണ്ട്. So first one will be a concept section and the second one will be without section. Okay. So this model is specially designed for you to understand the concept clearly and to score high marks. Okay, നമുക്ക് നന്നായിട്ട് നോക്കി പോണം നമ്മളുടെ കോൺസെപ്റ്റ്. പിന്നെ നമ്മൾ ഹൈ മാർക്ക് നമുക്ക് വാങ്ങിക്കണം. എല്ലാവർക്കും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണം അല്ലേ? സോ നല്ല മാർക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ പഠിച്ചു അല്ലെ, നമ്മൾ പഠിച്ച ഒരു റിസൾട്ട് കിട്ടി, നമുക്ക് നല്ല സന്തോഷമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ലിസണിങ് ആൻഡ് ഫോർഗെറ്റിംഗ്. നിങ്ങൾ ചുമ്മാ കേട്ടിരുന്നു അല്ലെ? സോ നമ്മൾ ഹൈ സ്കോർ മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, സോ നമ്മളുടെ ഒരു ടോപ്പിക്കിന്റെ ഫസ്റ്റ് സെഷൻ will be the concept section. ഇന്നലെ section. So in the concept section, we will go through the TV in the class. Okay, നിങ്ങൾ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് participate. The session will be highly interactive and you can clear all your doubts and ask your doubts freely. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിനോട് പല പല ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? പല പല സംശയങ്ങൾ ഉണ്ടാവും. ഓ മിസ് എന്ത് വിചാരിക്കും, എനിക്ക് ഇത്ര അറിയില്ലെന്ന് വിചാരിക്കോ? അല്ല അങ്ങനെ പ്രശ്നം വേണ്ട കേട്ടോ. ഡൗട്ട് ചോദിച്ചു. And after that we will have the workout section, and for the workout section you must come prepared. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ വരിക, പഠിച്ചിട്ട് വരണം. സോ നമ്മളുടെ ഡേ 2 കോൺസെപ്റ്റ് അത് തന്നെയായിരിക്കും. ക്യാപ്പ് കാണും, പിന്നെ നമ്മൾ ഉത്തരം മിസ്സിനെ വായിച്ച് കേൾപ്പിക്കണം. മിസ് പറയാം എന്തൊക്കെ കറക്ഷൻസ് വരുത്തണം അല്ല എങ്ങനെയൊന്ന് റീമോഡിഫൈ ചെയ്യണം നിങ്ങളുടെ ആൻസർ എന്ന് മിസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്കൊരു പെർഫെക്റ്റ് ആൻസർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് പ്രാക്ടീസ് ചെയ്യാം. റൈറ്റിംഗ് പ്രാക്ടീസ് ആൻഡ് ഇറ്റ് വിൽ എൻഹാൻസ് യുവർ മെമ്മറി. ഒന്ന് എഴുതി പഠിച്ചാൽ നിങ്ങൾ പിന്നെ മറന്നുപോയി. ഓക്കെ, ചില നാളോടൊക്കെ ഓർത്തിരിക്കും. പിന്നെ ഒന്ന് എഴുതിയ ചോദ്യം വീണ്ടും ഒന്ന് എഴുതാൻ ക്വസ്റ്റ്യനിൽ പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? സോ ഇറ്റ് വിൽ ബൂസ്റ്റ് യുവർ എക്സാം കോൺഫിഡൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡബിൾ പവർ ട്യൂഷൻ. ആൻഡ് ഇന്നലെ നമുക്ക് ഡേ 2 റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു, ഡെയിലി എക്സാം അല്ലെ? ഡേ 2 ഡെയിലി എക്സാം ഉണ്ടായിരുന്നു. സോ ഒത്തിരി പേർക്ക് അതിനകത്ത് ഹൈ സ്കോർ 10 out of 10 കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇല്ലായിരുന്നോ? ഇന്നലെ ഡേ 2 എക്സാം ഇല്ലായിരുന്നോ? ഉണ്ട്.
ഒത്തിരി പേർക്ക് 10 out of 10 കിട്ടി. ബട്ട് സ്റ്റിൽ ഇനി ഒത്തിരി പേരുണ്ട് 10 out of 10 വാങ്ങിക്കാൻ പറ്റുന്ന കുറെ പേരുണ്ട്. ഓക്കെ, സോ അടുത്ത തവണ എന്ത് ചെയ്യാ, ഡേ 3യുടെ ഡെയിലി എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കും. എല്ലാരും ഫുൾ മാർക്ക് വാങ്ങിക്കും. ഓക്കെ, സോ എന്നാ പിന്നെ നമുക്ക് പയ്യെ നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഐ എം ഗോയിങ് ടു ഷെയർ ദ സ്ക്രീൻ. സോ നമുക്ക് ഡേ 2ന്റെ ഒരു ക്വിക്ക് റീക്യാപ്പ്. ഓക്കെ, സോ പെട്ടെന്നൊന്ന് ഡേ 2 നമുക്കൊന്ന് കണ്ടുപോകാം. ആൻഡ് സഡൻലി വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ സെക്ഷൻ. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ആണോ? റെസ്പോൺസ് തരണം കേട്ടോ മിസ്സിന്റെ ചാറ്റ് ബോക്സിലോ. ഇനി എല്ലാവരും ഒന്ന് തലയൊക്കെ മാറ്റി കാണിക്കണം മിസ് ചോദിക്കുമ്പോ. ഓക്കെ ആണെങ്കിൽ കേട്ടോ. ഇത് സെറ്റാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇനിയും ക്യാമറ ഇണാക്കാത്ത കുറെ പേരുണ്ട് കേട്ടോ. ഇപ്പോഴും സ്റ്റിൽ ജോയിനിങ് ആയിട്ടും കുറച്ച് പേരുണ്ട്. എല്ലാരും ക്യാമറ ഓൺ ആക്കിയിരിക്കും. ഓക്കെ, ജെറിൻ, ശ്രേയ, ജാൻവി, അബ്രാർ, അമയ, ധീരജ്, ഹൽഗ, ഇസ, ഖദീജ, അഡോണ, കാർത്തിക്. So let's start with the session. A quick recap of day 2. So നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സൊല്യൂബിലിറ്റി വെച്ചിട്ടായിരുന്നു. ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് നമ്മൾ സൊല്യൂബിലിറ്റി പറയുന്നത് അല്ല. സൊല്യൂബിലിറ്റി നമ്മളൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു 100 gram solvent. Okay, we have a 100 gram of solvent and we are trying to dissolve the maximum amount of solvent. ഓക്കെ, ആ ഒരു 100 gram സോൾവെന്റിൽ നമ്മൾ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എത്രത്തോളം, ഏത് മാക്സിമം എമൗണ്ട് എത്ര മാത്രം ഗ്രാം നമുക്ക് ആഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് സൊല്യൂബിലിറ്റി. ചിലപ്പോ 50 gram ആവാം, അല്ലെങ്കിൽ ഒരു 30 gram ആവാം. ഇങ്ങനെ ഓരോന്ന് മാറി മാറി വരാം അല്ലേ. സോ അത് എത്ര ഗ്രാം ആണോ അതിനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ സൊല്യൂബിലിറ്റി. The maximum amount of solute which dissolves in 100 gram of solvent at a given temperature. Now, temperature fixed down, okay, is called solubility of the solute. So, ഇനി നമ്മൾ കാണാൻ പോകുന്ന സൊല്യൂബിലിറ്റിയുടെ കുറച്ച് കാര്യങ്ങളാണ്. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൊല്യൂബിലിറ്റി, അതാണ് നമ്മൾ രണ്ടാമത് പഠിക്കുക. സോ അമയ is outside. Okay, that's fine. And Isa is there with problem with my camera. Isa, ക്യാമറയുടെ ഇഷ്യൂ ഉണ്ടെങ്കിൽ സിജിയോട് കോൺടാക്ട് ചെയ്തിട്ട് പറയും. ഓക്കെ, സിജിയെ അറിയിച്ചിരിക്കണം. സിജിയുടെ ഒരു കൺസേൺ വേണം നമുക്ക് ക്യാമറ ഓഫ് ആക്കണമെങ്കിൽ. അതർവൈസ് ഇറ്റ് ഇസ് നോട്ട് അലൗഡ് ടു സ്വിച്ച് ഓഫ് ദി ക്യാമറ. ഓക്കെ, ദാറ്റ്സ് വൈ. Still there are so many students. ഇനി ഇഷ്ടം പോലെ ആൾക്കാരെ മിസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ക്യാമറ ഓൺ ആക്കും. ശ്രീഹരി, ഗുഡ് ആഫ്റ്റർനൂൺ. വന്നപ്പോ താമസിച്ചോ? So factors. നമ്മുടെ solubility affect ചെയ്യുന്ന there are two factors. Actually, there are two factors. The first one is temperature. And the next one is pressure. Okay, temperature and the pressure. See, regarding the temperature, നമ്മൾ എപ്പോഴും solubility പറയുന്നുണ്ടെങ്കിൽ solids, the solubility of solid or the solubility of gases. ഇതിനെ ഈ രണ്ട് സ്റ്റേറ്റ്സിന്റെ solubility ആണ് നമ്മൾ പറയുന്നത്. So what is about solid? If the temperature is high, then definitely the solubility also will be high. Temperature increase ചെയ്യുമ്പോൾ solubility increase ചെയ്യുന്നു. രണ്ടും ഒരേപോലെ. Okay, temperature കൂട്ടിയാൽ solubility കൂടും. That is the case of solids. Okay, അപ്പൊ മറ്റേ നിങ്ങൾക്ക് പറയാം അല്ലേ, ടെമ്പറേച്ചർ കുറച്ചാൽ solubility കുറയും. Then gasesന്റെ കേസിൽ എങ്ങനെയാ, solubility decreases with increase in temperature. Okay, gases in the case of near opposite. Okay, when the temperature is increasing, actually the solubility is decreasing. Okay, so the solubility in the case of the first factor is pressure. Sorry, the first factor is temperature. Temperature in the case of solid gas. Then pressure. Second factor, pressure. Pressure in the case of solid, the solubility will be unaffected. ഒരു മാറ്റം.
ഓക്കെ, പ്രഷർ കൂട്ടുകയാട്ടെ പ്രഷർ കുറയ്ക്കട്ടെ എന്ത് വേണേ ചെയ്തോ, സൊലിബിലിറ്റി മാറാനേ പോകും. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കേസ് ഓഫ് സൊലിബിലിറ്റി. ഗ്യാസസിന്റെ കേസിലോ, ഗ്യാസസിന്റെ കേസിൽ പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ. വെൻ വി ഇൻക്രീസ് ദ പ്രഷർ, solubility of the gases also will increase. ഓക്കെ, പ്രഷർ ഇങ്ങനെ കൂട്ടിയാൽ അതിനനുസരിച്ച് ഗ്യാസസിന്റെ solubility കൂടുന്നു. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ഇന്നലെ കോൺസെപ്റ്റ് സെക്ഷനിൽ കണ്ടതാണ്. ദെൻ അങ്ങനെയെങ്കിൽ നമുക്ക് solubilityയുടെ ബേസിസിൽ നമുക്ക് 2-3 ടൈപ്പ് ആയിട്ട് നമുക്ക് സൊല്യൂഷൻ ഒന്ന് ഡിവൈഡ് ചെയ്യും. ഓക്കെ, so based on solubility we can divide solution as saturated, unsaturated and super saturated. ഇതിൽ ഓരോന്ന് ഏതാ? സാച്ചുറേറ്റഡ് എന്തായിരുന്നു? see we have a solution in which no more solute can be dissolved. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വെച്ചിട്ടാ പറയുന്നത് കേട്ടോ. ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഒരു ഗിവൺ ടെമ്പറേച്ചർ ഉണ്ട്, and there no more solute can be dissolved. ഒരു തരി പോലെ നമുക്കിനി സൊല്യൂട്ടിനെ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ 100 gram ഓഫ് വാട്ടർ ആണ് മിസ്സിന്റെ കയ്യിലുള്ളത്. ഓക്കെ, അതിനകത്ത് ഞാൻ ഓൾറെഡി ഒരു 30 gram ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് ഒക്കെ ഡിസോൾവ് ചെയ്യും. ഇനി 31 എന്നും പറഞ്ഞു അല്ലെ 30.5 എന്നും പറഞ്ഞു അങ്ങനെ ഒരു അര പോലും മിനി ചേർക്കാൻ പറ്റും. മാക്സിമം 30 ആയിരുന്നു, ആ മാക്സിമം 30 മിസ് ചേർന്നു. ഇനി ഒരു തരി പോലും അതിനകത്ത് ഇട്ടാല് ഡിസോൾവ് ആകും, അലുക്കാൻ പോകുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ആ മാക്സിമം ലെവൽ വരെയുള്ളതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ധീരജ്, ഗുഡ് ആഫ്റ്റർനൂൺ. അടിപൊളിയായിട്ട് ഗ്രേറ്റ് ആയിട്ടിരിക്കുന്നു കേട്ടാ. സോ ഡെഫിനേഷൻ, സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്. That is saturated solution. And now we have unsaturated solution. എന്താ? നമുക്കറിയാം ഒരു മാക്സിമം എമൗണ്ട് ഒക്കെ ഉണ്ടെന്ന് അറിയില്ലേ. ആ മാക്സിമം എമൗണ്ടിന് ആ ഒരു ലെവലിനെ നമുക്ക് പറയാം സാച്ചുറേഷൻ ലെവൽ. ഓക്കെ, ആ ലെവലിനെ നമ്മൾ എന്നാ പറയുന്നത്? സാച്ചുറേഷൻ ലെവൽ. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ സാച്ചുറേഷൻ ലെവൽ വരെ നിങ്ങൾ സൊല്യൂട്ടിനെ ഡിസോൾവ് ആക്കാനൊന്നും പോകണ്ട, ശരി ചേർക്കാം. ഓക്കെ, so the amount of solute contained in the solution is less than the saturation level. Okay, it is less than the saturation. ലെസ് ദാൻ സാച്ചുറേഷൻ ലെവൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? അൺസാച്ചുറേറ്റഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചായക്കകത്ത് മധുരം ഇടും അല്ലേ, ഇടാൻ പറ്റുന്ന അത്ര ഇടുവോ? ഇല്ല, നമുക്ക് വേണ്ട ഇച്ചിരി എടുക്കും. ദാറ്റ്സ് അൺസാച്ചുറേറ്റഡ്. ഇടാൻ പറ്റുന്നതിന്റെ മാക്സിമം എമൗണ്ട് ഇട്ടാല് ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, സൂപ്പർ സാച്ചുറേറ്റഡ് എന്നാ? സൂപ്പർ സാച്ചുറേറ്റഡ്. ഓക്കെ, നമുക്കൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്, അതിനകത്ത് നമുക്കറിയാം ഒരു തരി പോലും ഇനി ഡിസോൾവ് ആവില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇനി നമുക്ക് ഇടാലോ, സൊലിബിലിറ്റി കൂടും അല്ലെ. അപ്പൊ ഇനി എനിക്ക് ഇട്ട് കൊടുക്കാം, അലുത്തോളൂ, സൊലിബിലിറ്റി കൂടിയതോ. സോ അങ്ങനെ നമുക്ക് സാച്ചുറേഷൻ ലെവൽ കഴിഞ്ഞിട്ട് വീണ്ടും സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ ഒരു ടൈപ്പ് ഓഫ് സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിച്ചു? സൂപ്പർ സാച്ചുറേറ്റഡ്. That is super saturated. The amount of solute contained in the solution is more than the saturation level. Saturation level നേക്കാൾ മുകളിൽ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുക. Okay, that is super saturated. Then ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ നമ്മൾ ഒരു ഹോട്ട് സൊല്യൂഷൻ ആണ്, ഇച്ചിരി ചൂടുള്ള ഒരു സൊല്യൂഷൻ ആണ്. അതിനെ നമ്മൾ ഒന്ന് കൂൾ ചെയ്താൽ അവിടെ ഒരു ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. ശ്രീഹരി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിരുന്നോ? ശ്രീഹരി കാണുന്നതിന് ഇപ്പൊ ശ്രീഹരിയെ താക്കുകയും ചെയ്യും. എന്ത് വെച്ചാൽ അബദ്ധം പിടിച്ചതാണോ ശ്രീഹരി? മറ്റേ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു കൈ പൊക്കിയത്. ഓക്കെ, ഇനി ആരെങ്കിലും ഇന്നലെ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ എഴുതിയിട്ടില്ല എങ്കിൽ ഇത് നോട്ട് ചെയ്തു കേട്ടോ. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഡെഫിനിഷൻസ് ഒക്കെ വേണം. ഓക്കെ,
നിങ്ങൾ തന്നെ സെന്റൻസ് ആക്കി എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ബട്ട് ഓൾ ദ പോയിന്റ് ഷുഡ് ബി പോയിന്റ്സ് വേണമെന്നുള്ളത് നമുക്ക് നിർബന്ധം കേട്ടോ. ചിലപ്പോ ആ പോയിന്റ് നമ്മൾ തന്നെ എഴുതിയാൽ അത്ര ശരിയാവണമെന്നില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാ, ആൻസർ ഒന്ന് കാണാതെ പറ്റും. ഓക്കെ, സൊലിബിലിറ്റിയുടെ ഡെഫിനിഷൻ വേണോ? ഓക്കെ, ഇവിടെ ഉണ്ട് കേട്ടോ സൊലിബിലിറ്റിയുടെ ഡെഫിനിഷൻ. ഇപ്പൊ കാണിച്ചു തരാം. ഇതിന്റെ അടിയിൽ ലാസ്റ്റ് സെക്കൻഡ് പോയിന്റ് ഉണ്ട്. സെക്കൻഡ് പോയിന്റ് ഇസ് ദ ഡെഫിനിഷൻ ഫോർ സൊലിബിലിറ്റി. ഇന്നത്തെ സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ സെഷനും കൂടെ ഉള്ളൂ കേട്ടോ. ഡേ 3 എന്ന് പറഞ്ഞ ഒരു സെഷനും കൂടെ ഉള്ളൂ. ഓക്കെ, ഒത്തിരി സെഷൻസ് ഒന്നുമില്ല. ഡേ 3 വരെയാണ് നമ്മുടെ ഒരു ചാപ്റ്റർ. ഓക്കെ, കഴിഞ്ഞോ? എല്ലാരും നോട്ട് ചെയ്തില്ല അല്ലേ? സോ ദെൻ വി ക്യാൻ മൂവ് ദ നെക്സ്റ്റ് വൺ. സോ നമ്മളൊരു സൂപ്പർ സാച്ചുറേറ്റഡ് അല്ലെ സാച്ചുറേറ്റഡ്, ഈ രണ്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷനെയാണ് എടുക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്ത് വീണ്ടും നമ്മൾ സൊല്യൂട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് സൂപ്പർ സാച്ചുറേറ്റഡ് ആണ് അല്ലേ? സോ ഈ ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ അല്ലെങ്കിൽ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനെ നമ്മൾ ഇങ്ങനെ പയ്യെ കൂൾ ചെയ്യും. ഓക്കെ, ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? ഇത് സൊല്യൂബിലിറ്റി കുറയുകയോ കൂടുമോ? ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഹിതൽ ഷൈജു പറഞ്ഞു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കോ? ടെമ്പറേച്ചർ ഞാൻ കൂൾ ചെയ്യാൻ പോവാ, കുറയ്ക്കാൻ പോവാ. അപ്പൊ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന സമയത്ത് സൊല്യൂബിലിറ്റി എന്ത്? ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ആള് മ്യൂട്ട് ചെയ്തു. ടെമ്പറേച്ചർ കുറയുമ്പം സൊല്യൂബിലിറ്റി കൂടുവാണോ കുറയും? ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ? ഹിതൽ ഡിക്രീസ്. ഒരു സംശയം ഉണ്ട്, എന്നാലും സംശയിക്കണ്ട, ശരിയാട്ടോ, ഡിക്രീസ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും സൊല്യൂബിലിറ്റി കുറയാമോ? സോ ഞാന് നേരത്തെ ഒരു 50 gram ആണ് ഡിസോൾവ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് സൊല്യൂബിലിറ്റി കുറയുക അല്ലെ? അപ്പൊ 50 gram ഡിസോൾവ് ആക്കാൻ പറ്റുമോ? 50 gram ഡിസോൾവ് ആവില്ല. ടെമ്പറേച്ചർ കുറയുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. അപ്പൊ നേരത്തെ ഞാൻ 50 gram ആയിരുന്നു ഡിസോൾവ് ആക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും പറ്റില്ല, കുറച്ചുകൂടെ കുറയും. സപ്പോസ് ഇറ്റ് ഈസ് 30. താഴെ കൂൾ ഡൗൺ ചെയ്തുകൊണ്ട് വരുമ്പം എനിക്ക് ആ ഒരു കൂൾ ഡൗൺ ചെയ്ത ടെമ്പറേച്ചറിൽ ഒരു 30 gram ഡിസോൾവ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നേരത്തെ 50 ഡിസോൾവ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് 30 ഡിസോൾവ് ആക്കാൻ പറ്റുള്ളൂ. സോ വാട്ട് വിൽ ഹാപ്പൻ വിത്ത് ദാറ്റ് എക്സ്ട്രാ 20? ആ എക്സ്ട്രാ ഉള്ള 20 ഗ്രാമിന് എന്ത് പറ്റും? വാട്ട് വിൽ ഹാപ്പൻ സമീഹ? ആ എക്സ്ട്രാ 20 ഗ്രാമിന് എന്ത് പറ്റും? സമീഹ അൺമ്യൂട്ടഡാ, സംസാരിച്ചോ? Can you repeat the question? See, ഒരു 50 gram ഞാൻ ഡിസോൾവ് ചെയ്ത് വെച്ചു ഒരു സൊല്യൂഷനിൽ. അത് കഴിഞ്ഞ് ഞാൻ കൂൾ ഡൗൺ ചെയ്തു. ടെമ്പറേച്ചർ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് 30 ഗ്രാമേ ഡിസോൾവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പം നേരത്തെ 50 ഉണ്ടായിരുന്നു, ഇപ്പം 30 പറ്റുള്ളൂ. അപ്പം ബാക്കി 20 ഗ്രാം എന്ത് ചെയ്യും? മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുന്നില്ലല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. സി, അതെന്ത് ചെയ്യും? ആ എക്സ്ട്രാ ആയിട്ടുള്ള ആ ഒരു 20 ഗ്രാം ആരാധിക ഈസ് സേയിങ് ദ റൈറ്റ് ആൻസർ, ക്രിസ്റ്റലൈസ് ചെയ്യും. തിരിച്ച് ക്രിസ്റ്റൽസ് ആയിട്ട് തിരിച്ചു വരും. ഓക്കെ,
crystallization will happen. So cooling of a saturated solution, the excess amount of solute will crystallize. Excess amount of solute will crystallize. Srihari, ചീപ്പാണെന്നൊന്നും മലയാളത്തിൽ പറഞ്ഞു തരൂ. നോക്കിയേ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, എല്ലാം ശ്രദ്ധിച്ചു കേട്ടോ. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ ഒരു 100 gram സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, 100, ഫോർ എക്സാമ്പിൾ 100 ml വാട്ടർ ആണ്. 100 ml വാട്ടർ. ഈ 100 ml വാട്ടറിനെ ഞാൻ ഹീറ്റ് ചെയ്ത് ചൂടാക്കിയിട്ട് ഞാൻ മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ഇട്ടു. ഓക്കെ, മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ഇട്ട് കൊടുത്തു. ദാറ്റ് ഇസ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ആവും. ഇനി അതിനകത്ത് ഒരു തുള്ളി പോലും ഇടാൻ പറ്റില്ല. ഓക്കെ, ഡിസോൾവ് ആകും. ഇടാൻ പറ്റുന്നതിന്റെ മാക്സിമം ഇട്ടു. ഫോർ എക്സാമ്പിൾ, യു തിങ്ക് ഇറ്റ് ഇസ് 50 gram. 50 gram ഉപ്പോ അല്ലെ പഞ്ചസാരയോ എന്താണ് ഞാൻ ഇട്ടു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടേക്ക് സോൾട്ട്, 50 gram സോൾട്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു അറിയോ? ഇതിന്റെ ടെമ്പറേച്ചർ ഞാൻ കുറച്ചുകൊണ്ട് പോകും. നേരത്തെ നല്ല ചൂടായിരുന്നു, അപ്പൊ ഞാൻ ഇതിനെ കൂൾ ചെയ്തു. ആ ഒരു സൊല്യൂഷനെ ഞാൻ കൂൾ ചെയ്തു. നമുക്കറിയാം സോളിഡിന്റെ സൊല്യൂബിലിറ്റി എങ്ങനെയാണ്. വിത്ത് ദ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി ദ സൊല്യൂബിലിറ്റി വിൽ ഡിക്രീസ്. ആണോ? ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് സൊല്യൂബിലിറ്റിയും കുറയും. നോക്കിയാൽ ഞാൻ ഇവിടെ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വരിക, അപ്പൊ സ്വാഭാവികമായിട്ട് സൊല്യൂബിലിറ്റി കുറയില്ലേ? കുറയും. ഞാൻ നേരത്തെ 50 gram ഡിസോൾവ് ആക്കി ചൂടായിരുന്നപ്പോ. പക്ഷെ ഇപ്പൊ ഞാൻ തണുപ്പിക്കുമ്പോ 50 gram എനിക്ക് ഡിസോൾവ് ആക്കാൻ പറ്റുമോ? തണുപ്പിക്കുമ്പോ 50 gram ഡിസോൾവ് ആക്കാൻ പറ്റില്ല. ബിക്കോസ് ദ സൊല്യൂബിലിറ്റി ഈസ് ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 70 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിട്ട് ടെമ്പറേച്ചറിനെ കൊണ്ടുപോകും, താഴോട്ട് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു 60 ഡിഗ്രി സെൽഷ്യസില് സപ്പോസ് 30 gram മാത്രമേ ഡിസോൾവ് ആയിരുന്നു. ഓക്കെ, എത്ര ഗ്രാമിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റും? 60 ഡിഗ്രി സെൽഷ്യസില് 30 ഗ്രാമിനെ ഡിസോൾവ് ആക്കാൻ പറ്റും. അപ്പൊ നേരത്തെ 50 ഡിസോൾവ് ആയിരുന്നു, ഇപ്പൊ ഇതിനകത്ത് 30 ഡിസോൾവ് ആക്കി വെക്കാൻ പറ്റുള്ളൂ. ബാക്കി എക്സ്ട്രാ 20 gram ഉണ്ടല്ലോ, അതിനെന്ത് പറ്റും? അതിനെ ഡിസോൾവ് ആക്കി വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ തിരിച്ചു കൊണ്ടുവരും. അതിനെ തിരിച്ച് ക്രിസ്റ്റലൈസ് ഔട്ട് ചെയ്യും. അതായത് ക്രിസ്റ്റൽ ആയിട്ട് അതിനെ നിങ്ങൾക്ക് തിരിച്ച് കാണാൻ പറ്റും. സൊല്യൂഷനകത്ത് തന്നെ അതിങ്ങനെ ക്രിസ്റ്റൽ പോലെ ആ ഒരു എക്സസ് സൊല്യൂട്ട് കിടക്കണ കാണാൻ പറ്റും. ലൈക്ക് ദിസ്. പിടികിട്ടിയോ ശ്രീഹരി? ആ 20 gram ഇതുപോലെ കിടക്കും. പിടികിട്ടിയോ ശ്രീഹരി? റെസ്പോൺസ് തരണം കേട്ടോ ചാറ്റ് ബോക്സിൽ. ഇനി മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കും. ഓക്കെ, അങ്ങനെയാട്ടോ. നോക്കിയേ, എല്ലാരും ഒരുപോലല്ല. ചിലർക്ക് ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും ഒന്നും സൊല്യൂബിലിറ്റിക്ക് വലിയ വ്യത്യാസം. ഓക്കെ, അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ലിസ്റ്റ് ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരുടെ പേരാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന സൊല്യൂഷനൊന്നും ടെമ്പറേച്ചറിനനുസരിച്ച് സൊല്യൂബിലിറ്റി വലിയ വ്യത്യാസമില്ല. റിമൈൻസ് അൺഎഫക്റ്റീവ്. മാം പ്രീവിയസ് പേജ് ഒന്നും കൂടി കാട്ടണം. പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പൊക്കോട്ടോ. എഴുതി സമയം കളയണ്ട, നമുക്ക് ഓൾമോസ്റ്റ് ടൈം ആയി വരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ ആദിത്യ. കഴിഞ്ഞോ? പിന്നെ ബി എന്താണ്? ബി is the type of solution or solute which decreases. ഇത് കുറഞ്ഞു പോകും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന ആൾക്കാരുടെ സൊല്യൂബിലിറ്റി കുറയുക. ഇതെന്തൊരു കളിയാ? നമ്മൾ ഇത്ര നേരം കൂടും എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് അതെ, ഒരു 4-5 പേര് മാത്രം കുറച്ച് വ്യത്യാസം കാണും കേട്ടോ. നേരെ വഴിയെ പോവാതെ തിരിഞ്ഞു പോകുന്ന കുറച്ച് പേരുണ്ട്. ഇവര് നമ്മൾ പറഞ്ഞത്. ഓക്കെ, when the temperature increases, solubility also increases. ഇതാണ് നമ്മൾ പൊതുവെ പറഞ്ഞ ആൾക്കാർ. അവരാണ് ഇവര്. ഓക്കെ, then solubility curve. ഈ ഒരു സൊല്യൂട്ട് ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെയാണ് അതിന്റെ സൊല്യൂബിലിറ്റി മാറുന്നത് അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കർവ്, ഒരു ഗ്രാഫ് വെച്ചു.
Okay, that graph is known as solubility curve. So a graph drawn for the change of solubility of a substance with the rise or fall in temperature. The ടെമ്പറേച്ചറിനനുസരിച്ച് solubility എങ്ങനെ മാറുന്നു ഇത് കാണിക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിന്റെ പേരാണ് solubility curve. Okay, this is the graph. ഇവിടെ ഓരോന്നേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി ഇവിടെ NaNO3. ആ സീറോ ടെമ്പറേച്ചറിൽ നിന്ന് ടെമ്പറേച്ചർ ഒരു 10 ആക്കിയാൽ തന്നെ ഒറ്റയടിക്ക് സൊലിബിലിറ്റി 80 ഗ്രാം ഒക്കെ വരെ സൊലിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ 20-30 ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ 100 ഒറ്റയടിക്ക് കയറി പോയി. ഷാർപ്പായിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കുറച്ചൊന്ന് കൂട്ടുമ്പോഴേ ഷാർപ്പ് ഇൻക്രീസ് ആണ്. ഓക്കെ, സൊലിബിലിറ്റി. നേരെ മറിച്ച് NaCl ഉപ്പിനെ നോക്കും. ദിസ് വൺ ടെമ്പറേച്ചർ 0 നിന്നപ്പം ഒരു 35 ആയിരുന്നു. നമ്മൾ ടെമ്പറേച്ചർ 10, 20, 30 ഒക്കെ ഇങ്ങനെ കൂട്ടി കൊടുത്തു. പക്ഷെ അപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരുമാതിരി നേരെ സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ ഇങ്ങനെ നിൽക്കുക. ഒരു 35 ഒരു 40 വരെ അല്ലെ, 0 ഡിഗ്രിന്ന് 100 ഡിഗ്രി വരെ ഞാൻ ചൂടാക്കിയിട്ടും 35 സൊലിബിലിറ്റി ഒരു 40 ഒക്കെ വരെ വന്നിട്ടുള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ദ ടെമ്പറേച്ചർ increases, the solubility remains unaffected. വലിയ എഫക്റ്റ് ഒന്നും വലിയ മാറ്റമൊന്നുമില്ല. നിങ്ങൾ KCl നോക്കിയേ, KCl നല്ല ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒറ്റയടിക്ക് കയറി പോകുന്നുണ്ട്. നേരെ തിരിച്ചിട്ട് ഇവിടെ CaSO4 നോക്കിയേ, ആദ്യമൊക്കെ ചെറിയൊരു കയറ്റമൊക്കെ കാണിച്ച് പിന്നെ അങ്ങോട്ടങ്ങ് ഇറങ്ങി കണ്ടോ. ഫസ്റ്റ് ഇറ്റ് ഈസ് ലോങ് ഇൻക്രീസിങ് ബട്ട് ദെൻ ഇറ്റ് ഈസ് ഡിക്രീസിങ്. അങ്ങനെയും കുറച്ച് പേർ അല്ലെ, ആദ്യം കൂടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ കുറയും. ദിസ് ഇസ് ദാറ്റ് അനോമലസ് സൊലിബിലിറ്റി. എന്താ അത് സൊലിബിലിറ്റി ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസ്. അങ്ങനെയുള്ള സൊലിബിലിറ്റിയൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, അനോമലസ് സൊലിബിലിറ്റി. ഓക്കെ, അതിന്റെ ഒരു സൊലിബിലിറ്റി കർവ് ആണ് തന്നിരിക്കുന്നത്. Na2SO4.10H2 ഗ്ലൂബർ സോൾട്ടിന്റെ ഗ്രാഫ് ആണ് കൊടുത്തത്. ഓക്കെ, ഇവിടെ 0-ൽ നിന്ന് പയ്യെ ടെമ്പറേച്ചർ കയറി 32 വരെ എത്തിയപ്പോ കൂടി. പക്ഷെ 32-ൽ നിന്ന് 33, 34 ടെമ്പറേച്ചർ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് വീണ്ടും കുറഞ്ഞു. ഓക്കെ, solubility curve application എന്നാ, it is to find out the solubility of a given substance at a particular temperature. ഒരു ടെമ്പറേച്ചറിൽ ഒരു സബ്സ്റ്റൻസിന്റെ solubility എത്രയാണ്, എത്ര ഗ്രാം ഡിസോൾവ് ആകാം എന്ന് നമുക്ക് ആ കർവിനകത്ത് കറക്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, കമ്പയർ ദി solubility of different substance. സെയിം ടെമ്പറേച്ചറിൽ രണ്ട് സാധനത്തിന്റെ solubility, ഇതിൽ ആർക്കാ കൂടുതൽ, ഇതിൽ ആർക്കാ കുറവ്, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. Then calculate the amount of substance which will crystal out when its saturated solution at some higher temperature is cooled to the lower temperature. ഇത് പറഞ്ഞില്ലേ, ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യുന്നു, ഇപ്പൊ ക്രിസ്റ്റൽ ഔട്ട് ചെയ്യുന്നു എന്നൊക്കെ. അപ്പൊ എത്ര ഗ്രാം ആണ് നമുക്ക് ക്രിസ്റ്റൽ ഔട്ട് ചെയ്ത് കിട്ടുക എന്നുള്ളത് നമുക്ക് എവിടെ നോക്കിയാൽ കണ്ടുപിടിക്കാം, solubility curve നോക്കിയാൽ കണ്ടുപിടിക്കാം. ഓക്കെ, then കോൺസെൻട്രേഷൻ എന്താ, എത്രത്തോളം സൊല്യൂട്ട് സൊല്യൂഷനാണ്. amount of solute present in an amount of solution. അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയാ. കോൺസെൻട്രേഷന്റെ ബേസിസിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഡൈല്യൂട്ട് ആൻഡ് കോൺസെൻട്രേറ്റ്. ഡൈല്യൂട്ട് എന്നാ, ഒരു സൊല്യൂഷൻ ഉണ്ട് പക്ഷെ അതിനകത്ത് കുറച്ച് ഹാവ് ലെസ്സർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, ഇച്ചിരിയേ സൊല്യൂട്ട്. ഇനി കോൺസെൻട്രേറ്റഡോ, solution having comparatively more amount of കുറച്ചുകൂടെ കൂടുതൽ സൊല്യൂട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാന് ഇവിടെ ഒരു 50 ml വെള്ളം, 50 ml വെള്ളം ഞാൻ ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുകയാണ്, 50 ml വെള്ളം. എന്നിട്ട് ആദ്യത്തേതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യും. ഓക്കെ, 1 ടീസ്പൂൺ സോൾട്ട്. ഇവിടെ ഞാൻ 2 ടീസ്പൂൺസ്, ഇവിടെ ഞാൻ 2 എണ്ണമാണ്. ഓക്കെ, അപ്പൊ ഇതിലേതാണ് ഡൈല്യൂട്ട്, ഇതിലേതാണ് കോൺസെൻട്രേറ്റ്? സാറാ, One teaspoon salt diluted, 2 teaspoon salt concentrated. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? അതില് 1 ടീസ്പൂണേ ഉള്ളൂ, അതുകൊണ്ട് വെള്ളം കൂടുതൽ. ഇതില്
2 teaspoon സാൾട്ടും വെള്ളവും ഒരേ ഇതുപോലെ. അതായത് ഒരെണ്ണത്തിനകത്ത് കുറച്ച് സൊല്യൂട്ടേ ഉള്ളൂ, പക്ഷെ കമ്പാരിറ്റീവ്ലി അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേത് കൂടുതൽ സൊല്യൂട്ട് അല്ലേ? അപ്പൊ കുറച്ച് സൊല്യൂട്ട് ഉള്ളതിനെ ഡൈല്യൂട്ടഡ് എന്ന് വിളിച്ചു. ഇച്ചിരൂടെ കമ്പാരിറ്റീവ്ലി കൂടുതൽ സൊല്യൂട്ട് ഉള്ളതിനെ കോൺസെൻട്രേറ്റഡ് എന്ന് വിളിച്ചു. ഇനി കോൺസെൻട്രേഷൻ എങ്ങനെയാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? മാത്തമാറ്റിക്കലി നമുക്ക് കാണിക്കാൻ 3 ഇക്വേഷൻ. ഓക്കെ, one is mass by mass percentage, then mass by volume percentage, and volume by volume percentage. ഈ 3 ഇക്വേഷൻ നോക്കിയേ. ഫസ്റ്റ് ഇക്വേഷൻ ഇതിട്ട് കറക്റ്റ് ആയിട്ട് ഡൈല്യൂട്ടഡ് കോൺസെൻട്രേറ്റഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ഇവിടെ സൊല്യൂട്ടും സൊല്യൂഷനും എല്ലായിടത്തും സൊല്യൂട്ട് സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂട്ടിനെ സൊല്യൂഷനെ വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ചെറിയ വ്യത്യാസമുണ്ട്. മാസ് ബൈ മാസ് എന്ന് പറഞ്ഞാല് സൊല്യൂട്ടിന്റെ മാസ്, സൊല്യൂഷന്റെ മാസ്, രണ്ടിന്റെ മാസ്. ഓക്കെ, മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. ഇനി മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാലോ ആദ്യത്തേതിന്റെ മാസ്, രണ്ടാമത്തെ വോളിയം. ആദ്യത്തെ ന്യൂമറേറ്ററിൽ ആരാ? സൊല്യൂട്ടാ അല്ലെ? സോ മാസ് ഓഫ് സൊല്യൂട്ട്. രണ്ടാമത്തെ എന്നാ? വോളിയമാണ്. രണ്ടാമത്തെ ഡിനോമിനേറ്റർ കിടക്കുന്ന ആള് സൊല്യൂഷൻ. സോ വോളിയം ഓഫ് സൊല്യൂഷൻ. ഇനി മൂന്നാമത്തെ എന്നാ? വോളിയം ബൈ വോളിയം. രണ്ടുപേരുടെ വോളിയം. വോളിയം ഓഫ് സൊല്യൂട്ട് ആൻഡ് വോളിയം ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ഒരു മൾട്ടിപ്ലൈ ബൈ 100 കൂടെ ചെയ്യണം കേട്ടോ. എല്ലാം ഈ 3 ഇക്വേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ബൈ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ആള് പഠിക്കാനാണ് സസ്പെൻഷൻ. ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഹെറ്ററോജീനസ് മിക്സ്ചർ. The solute particles does not dissolve and they will be presenting as suspended in the medium. Suspended throughout the medium. Particles are visible. നമുക്ക് കണ്ണുകൊണ്ട് കാണാം. നോക്കിയേ, salt and water. Sand and water. സാൻഡും വാട്ടർ. സാൻഡ് കണ്ണുകൊണ്ട് നമുക്ക് കാണാം, അത് ഇങ്ങനെ താഴെ കിടക്കുന്നു, വെള്ളം മേളിൽ കിടക്കുന്നു, ആലിത്തൊന്നും പോയിട്ടില്ല, അവിടെ ഇങ്ങനെ കിടക്കുന്നു. ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. ചോക്ക് പൗഡറും വാട്ടറും ഇതുപോലെ തന്നെ. പ്രോപ്പർട്ടി നോക്കിയേ. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇറ്റ് ഈസ് ഹെറ്ററോജീനസ്. രണ്ടാമത്തെ പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ, കണ്ണുകൊണ്ട് കാണാം. Then they temporarily scatter the beam. Okay, പെർമനന്റ് ആയിട്ട് സ്കാറ്റർ ചെയ്യുന്നില്ല, ബട്ട് ദേ വിൽ ടെമ്പററി. അതിനകത്ത് ആ ഒരു സസ്പെൻഡഡ് ആയിട്ട് ത്രൂ ഔട്ട് സൊല്യൂഷനകത്ത് സസ്പെൻഡഡ് ആയിട്ട് ആ സൊല്യൂട്ട് നിൽക്കുക. ഓക്കെ, ചോക്ക് പൗഡർ ആണെങ്കിൽ ഇത് ഇങ്ങനെ ഫുള്ള് വെള്ളത്തില് ചോക്ക് പൗഡർ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, വെള്ള കളർ, പാല് പോലെ വെളുത്ത് വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ബീം ഓഫ് ലൈറ്റ് സ്കാറ്റർ. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ സെറ്റിൽ ഡൗൺ ചെയ്യും അല്ലെ? കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ സെറ്റിൽ ഡൗൺ ചെയ്യും. സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ പറ്റും. പിടികിട്ടിയോ? സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ബീം ഓഫ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യില്ല. സെറ്റിൽ ആവുന്നതിന് മുമ്പ് ബീം ഓഫ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. ശ്രീഹരി, ഡൗട്ട് ആണോ? ഇല്ലൊന്നുമില്ല. ശ്രീഹരി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു കേട്ടോ, അതാ മിസ് ചോദിച്ചേ. ഓക്കെ, മിസ് അത് പറഞ്ഞത് പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ, പാർട്ടിക്കിൾസ് ക്യാൻ ബി സ്കാറ്റർഡ് ബൈ ലൈറ്റ്. അതെന്താണെന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അതായത് നമ്മൾ ഈ ഒരു ചോക്ക് പൗഡറിന്റെ ഒരു സൊല്യൂഷൻ ഒരു ബീക്കറിനകത്ത് എടുത്തു. അതിന്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ടോർച്ച് അടിച്ചു. ടോർച്ച് അടിച്ചാല് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ടോർച്ച് വരുന്ന ഒരു ബീം ഓഫ് ലൈറ്റ് നമുക്ക് കാണാം. ഓക്കെ, ആ സൊല്യൂഷൻ അകത്തൂടെ പോകുന്ന പാത്തും കാണാം. കിട്ടിയോ? അങ്ങോട്ട് കിട്ടിയില്ല. കണ്ടോ? ഇത് നമ്മൾ ഹോമോജീനസ് ഡേ 1 നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റാ ഹോമോജീനസ്. ഓക്കെ, ഹോമോജീനസ് മിക്സ്ചറിന്റെ. ഓക്കെ, ഇത് ബീം ഓഫ് ലൈറ്റ് ഇവിടെ വരെ കാണാം. പിന്നെ ഗ്ലാസ് കഴിഞ്ഞിട്ട് പുറത്തോട്ടും കാണാം. പക്ഷെ ഈ ഗ്ലാസിനകത്തുള്ള പാത്ത് കാണാൻ പറ്റുന്നുണ്ടോ ശ്രീഹരിക്ക്? ഇല്ല. ഇല്ല. So we can say that the solution does not scatter the beam of light. Does not scatter the beam of light. Beam of light നെ നമുക്ക് തെറിച്ച് കാണാൻ പറ്റുന്നില്ല. ഓക്കെ,
ആ പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹോമോജീനസ് ഉണ്ട്, ഹെറ്ററോജീനസ് ഉണ്ടല്ലോ, ചോക്ക് പൗഡറും സാൻഡ് ആൻഡ് വാട്ടറും, അതിനകത്തൊക്കെ ഇങ്ങനെ അവര് താഴെ വന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ സെറ്റിൽ ഡൗൺ ആവും അല്ലെ. ആ ആ സെറ്റിൽ ഡൗൺ ആവുന്നതിന് മുമ്പ് ഇങ്ങനെ മൊത്തം ഇങ്ങനെ കലങ്ങി കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ പാർട്ട് ഓഫ് ലൈറ്റ് കാണാൻ പറ്റും. അല്ല കിട്ടിയോ? കളിയും കിടക്കുമ്പോ കാണാൻ പറ്റും. ആ കലങ്ങി കിടക്കുമ്പോ കാണാൻ പറ്റും. സെഡിമെന്റഡ് ആയിട്ട് കിടന്നു പോയാൽ പിന്നെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. മനസ്സിലായോ? ആ അതാണ് ടെമ്പററിലി സ്കാറ്റർ എന്ന് ഉദ്ദേശിച്ചത്. ടെമ്പററി, പെർമനന്റ് ആയിട്ടല്ല, ടെമ്പററി. Then, see, when the particles settle down, it will not scatter the light anymore. സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാർട്ട് ഓഫ് ദ ലൈറ്റ് കാണാൻ പറ്റില്ല. For a particle to scatter the beam of light, it should remain suspended. ഇങ്ങനെ കലങ്ങി കിടക്കണം. Solute particles settle at the bottom. ആരാണ് ശ്രീഹരിയാണ് അൺമ്യൂട്ടഡ്? മ്യൂട്ട് ചെയ്യണം കേട്ടോ. Solute particles settle at the bottom when left undisturbed. കുറേ നേരം വെച്ച് കഴിയുമ്പോ അത് സെറ്റിൽ ആവും നമ്മൾ പറഞ്ഞല്ലേ. അതെന്താ അങ്ങനെ സെറ്റിൽ ആവുകയാണെ ആ ഒരു സൊല്യൂഷനെ നമുക്ക് പറയാം വിച്ച് ഈസ് അൺസ്റ്റേബിൾ. ഒരു സ്റ്റെബിലിറ്റി ഇല്ല, എപ്പോഴും ഇങ്ങനെ ഒരേപോലെ നിൽക്കില്ല. അതും കുറച്ചു നേരം കലങ്ങി നിൽക്കുന്ന കാണാം, അത് കഴിയുമ്പോൾ താഴെ പോയി അടിഞ്ഞ് ക്ലിയർ ആയിട്ട്. ഓക്കെ, സോ ദ സൊല്യൂഷൻ ഇസ് അൺസ്റ്റേബിൾ ആൻഡ് ദ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് മണ്ണിനെ അരിച്ചെടുക്കാം അല്ലെങ്കിൽ ചോക്ക് പൗഡറിനെ അരിച്ചെടുക്കാം. ഇനി കൊളോയിഡ്സ് എന്നാ? Colloids are actually heterogeneous mixture, but they appear to be homogeneous ആണെന്ന് നമുക്ക് തോന്നും കേട്ടോ. പക്ഷെ എങ്ങനെയാണ് ആൾക്കാർ ആക്ച്വലി heterogeneous is coming under heterogeneous, but it will we appear to be homogeneous. For example, milk, cream, jelly and so on. നമ്മൾ സൊല്യൂട്ട് സോൾവെന്റ് എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, സൊല്യൂട്ട് സോൾവെന്റ് പോലെ തന്നെ, അതാണ് അർത്ഥം. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ അത് എന്തിനു പറയുന്നറിയോ? നമ്മുടെ സോൾവെന്റിന് പറയുന്ന വേറൊരു പേര്. ഓക്കെ, സോറി, സോൾവെന്റ് അല്ല, സൊല്യൂട്ട്. സൊല്യൂട്ടിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് കേട്ടോ. ഡിസ്പേർഷൻ മീഡിയം എന്നായിരിക്കും? സോൾവെന്റ്. ആ സോൾവെന്റ് പോലെ സൊല്യൂഷൻ സോൾവെന്റ് എന്ന് പറയുന്നത് ആ സോൾവെന്റിന്റെ അതേ സെയിം സംഭവമാണ് ഈ ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, സെയിം, വേറൊരു ടേം ഒന്ന് മാറ്റി യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഫിസിക്കലി രണ്ടും സെയിം ആണ്. നാസിം, മാം കൊളോയിഡിന്റെ ഡെഫിനിഷൻ എങ്ങനെ? കൊളോയിഡിന്റെ ഡെഫിനിഷൻ: കൊളോയിഡ്സ് ആർ heterogeneous mixture that appear to be homogeneous. Right? ഓ Tyndall effect. Tyndall effect എന്നാ? ഇത് കണ്ടോ? ലൈറ്റിന്റെ പാത്തല്ലേ ഈ കാണുന്ന മുഴുവൻ, അല്ലെ? നിങ്ങൾ തെറിച്ച് തെറിച്ച് കാണുന്ന മുഴുവൻ ലൈറ്റിന്റെ പാത്താണ്. സോ ദിസ് ഈസ് നോൺ ആസ് Tyndall effect. Tyndall effect. നാസിം ഹാൻഡ് ഒന്ന് ലോവർ ചെയ്യണേ. ആരാധിക, മിസ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം ഒന്നും കൂടെ പറഞ്ഞുതരുമോ? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂട്ട് ഇല്ലേ, ആ സൊല്യൂട്ട് പോലെ തന്നെ. സൊല്യൂട്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ കൊളോയിഡ് വരുമ്പം യൂസ് ചെയ്ത ഒരു ടേം ആണ് ഈ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഫിസിക്കലി രണ്ട് സെയിം ആണ്, അപ്പം നോക്കിയാൽ രണ്ട് സെയിം കേട്ടോ. പക്ഷെ ഒരെണ്ണം നമ്മൾ സൊല്യൂഷന്റെ കേസിലാണ് ഈ ടേം യൂസ് ചെയ്യുന്നത്. കൊളോയിഡ് വരുമ്പോൾ നമ്മൾ അതിനൊരു പേര് മാറ്റി വേറൊരു പേര് പറഞ്ഞേ ഉള്ളൂ. രണ്ടും ഒരാൾ തന്നെ. ഇപ്പൊ നിങ്ങൾക്കുണ്ടല്ലേ, വീട്ടിലൊരു പേരുണ്ട്, സ്കൂളിലൊരു പേരുണ്ട്, അല്ലെ? എന്ന് കരുതി ആൾക്ക് മാറ്റം ഉണ്ടാവും? ആളൊരു മാറ്റമില്ല, നമ്മൾ തന്നെ അല്ലെ. അതുപോലെ സൊല്യൂഷന് നമ്മൾ വേറൊരു സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മിക്സ്ചർ വരുമ്പോ അവിടെ നമ്മൾ സൊല്യൂട്ട്, സോൾവെന്റ് എന്നൊക്കെയുള്ള ടേംസ് യൂസ്. ഇനി കൊളോയിഡ് വരുമ്പോ അവിടെ വേറൊരു ടേം, വേറൊരു പേരിട്ടു, ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പേർഷൻ മീഡിയം എന്നൊക്കെ വേറെ പേര്. ഓക്കെ, സോ Tyndall effect ആണ് പറഞ്ഞത്. the scattering of light through the colloidal particle. ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിലാണ് ഇതുപോലെ നമുക്ക് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് Tyndall effect. ഓക്കെ, ഇതെല്ലാം Tyndall effect ആണ്. ഒരു ഡാർക്ക് റൂമിൽ നമുക്കൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ലൈറ്റിന്റെ പാത്ത് കാണും അല്ലെ.
ഇനി ഹെഡ്ലൈറ്റ്, വെഹിക്കിളിന്റെ ഒക്കെ ഹെഡ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ്സ് വരുമ്പോൾ അത് കാണാം. സോ പ്രോപ്പർട്ടീസ് ഓഫ് color. It is a heterogeneous mixture which is appearing to be homogeneous. Particle size is too small. കൊളോയിഡ് പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതാണ് കേട്ടോ. ബീം ഓഫ് ലൈറ്റ് എപ്പോഴും കാണാം. ഓക്കെ, സ്കാറ്ററിംഗ് ഓഫ് ബീം ഓഫ് ലൈറ്റ് എപ്പോഴും കാണാം. അല്ലാതെ ആദ്യത്തെ കുറച്ച് നേരം ഉണ്ട് പിന്നെ ഇല്ല അങ്ങനൊന്നും അല്ല. ഓൾവേസ് വി ക്യാൻ സീ ദാറ്റ്. എപ്പോഴും നമുക്ക് ഈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് കാണാം. See, this thing is that ഞാൻ പറഞ്ഞത് സെറ്റിൽ ഡൗൺ ഒന്നും ഇല്ല കേട്ടോ. മിൽക്ക് കുറച്ച് നേരം കഴിയുമ്പോ പാലിന്റെ പൊടി മുഴുവൻ താഴെ മേല് മുഴുവൻ വെള്ളം, അങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യോ? നോ, ഇറ്റ് വിൽ നോട്ട് ഡു ദാറ്റ്. ഇസ് ഇറ്റ്? സോ അങ്ങനെ സെറ്റിൽ ഡൗണിങ് ഒന്നുമില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് സ്റ്റേബിൾ. സൊല്യൂഷൻ ഈസ് സ്റ്റേബിൾ നമുക്ക് പറയാം കേട്ടോ. ഫിൽട്രേഷൻ വെച്ച് അരിച്ചെടുക്കാൻ പറ്റുമോ? പാൽ അരിച്ചെടുക്കാൻ പറ്റുമോ? പാലിനകത്ത് നമ്മൾ ഇടുന്ന തേയിലയുടെ കഷ്ണങ്ങളോ അതൊക്കെ അരിച്ചെടുക്കും. അല്ല പാലിനെ മൊത്തത്തിൽ അരിച്ച് അതെ ഇത് പാല് ഇത് വെള്ളം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആക്കാൻ പറ്റുമോ? ഒരിക്കലും അല്ലേ? സോ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു പുതിയ ടെക്നിക്കാണ് സെൻട്രിഫ്യൂജ്. ഓക്കെ, സെൻട്രിഫ്യൂജ്. ഇതാണ് ആ ടെക്നിക്. ഇതാണ് അതിന്റെ പടം. ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് സ്പീഡിലിട്ട് വട്ടം കളയും. ഓക്കെ, അപ്പൊ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും. നാസിം ഒരു ഡൗട്ട് ചോദിക്കാനാണോ വന്നേ? any others have doubt or not? ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് വേഗം വർക്കൗട്ടിലേക്ക് പോവാം. എവരിബഡി ബി റെഡി വിത്ത് ദാറ്റ്. നാസിം? മാം, ഈ പാല് കേട് വരുമ്പോഴേ ആ ഒരു വെള്ള ഒരു ഇതുമാതിരി ഇങ്ങനെ പൊന്തി വരൂലേ? അപ്പൊ ആ ഒരു സെറ്റിൽ ഡൗൺ ആയി വരുന്നതാണോ അത് വേറെയാണോ? അല്ല, അത് വേറെ കെമിക്കൽ റിയാക്ഷൻ ആണ് കേട്ടോ. പാലും തൈരും എൻ്റയർലി ഡിഫറെന്റ്. എൻ്റയർലി ഡിഫറൻസ്. നമ്മൾ കുറെ കൊളോയിഡ്സിന്റെ പേര് പഠിച്ചു. ലിക്വിഡ് ഗ്യാസും സോളിഡ് ഗ്യാസും ഗ്യാസ് ലിക്വിഡും ഒക്കെ വെച്ചിട്ട്. സോ വി ക്യാൻ സ്റ്റോപ്പ് അവർ വർക്ക്ഔട്ട് റീക്യാപ്പ് നൗ ആൻഡ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് അവർ വർക്ക്. എല്ലാവരും പേപ്പറും പേനയൊക്കെ എടുത്ത് റെഡി ആയിരിക്കും ഉത്തരം എഴുതാൻ. Let me share the screen to you. Yeah. നോക്കി എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലേ? എന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. A student was given a solution of a substance X. Substance ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരു substance X. On passing a beam of light through the light, the path of the light is visible. കാണാൻ പറ്റുന്നുണ്ട്. However, after leaving the solution undisturbed for 24 hours, no settling down was observed. താഴോട്ട് settling down ഒന്നും കണ്ടില്ല. Is the solution a true solution or a colloid or a suspension? എല്ലാവരും വേഗം ആൻസർ ചെയ്തേ. വിത്ത് റീസൺസ് തന്നെ എഴുതി പോവാട്ടോ. ഇഷ്ണ, are you there?
കൃഷ്ണ ക്യാമറ ഓൺ ആണ്, ആളെ കാണാനില്ല, റെസ്പോൺസ് ഇല്ല. ഖദീജ ഖദീജ ആരുടെ? ഖദീജ ഇല്ല. ആമിന ആമിന ആരുടെ? ആർമിൻ ചെറി ആർമിൻ ചെറി. യെസ് മാം. ഓക്കെ, സോ ആർമിൻ, സോ ഇതില് കുറച്ച് ഹിന്ദു ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് സൊല്യൂഷൻ ഏതാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ആ ഓക്കെ മാം. ഈ ക്ലൂസും ഒക്കെ വായിച്ചു നോക്കിട്ട് എന്ത് പിടികിട്ടി? ഒരു കൊളോയിഡാണ്. കൊളൈഡ്. ഓക്കെ, വെരി ഗുഡ്, ആൻസർ ഇസ് റൈറ്റ്. Then Zara പറ, എന്തുകൊണ്ട് why it is colloid? Zara, say the reason for that, why he told that it is colloid. Ma'am, because it's a homogeneous mixture. Homogeneous mixture. Is colloid a homogeneous one? Homogeneous ആണോ colloid ശരിക്കും? കൊളോയിഡിനെ പറ്റി എന്നാ പറഞ്ഞത്? ഹോമോജീനസ് ആണെന്നാണോ പറഞ്ഞത്? അത് ഹെറ്ററോജീനസ് ആണ്, പക്ഷെ കണ്ടാൽ ഹോമോജീനസ് ആണെന്ന് തോന്നും. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നേ? Can you hear me? Yes, ma'am. So അവര് homogeneous അല്ല കേട്ടോ. Okay, they are not homogeneous, they are heterogeneous, but they appear to be homogeneous. ശ്രീഹരി, ഈ സെറ്റിലിംഗ് എന്താ ഉദ്ദേശിക്കണ? സെറ്റിലിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അടിയും സെഡിമെന്റേഷൻ സംഭവിക്കും, താഴെ വന്ന് അടിഞ്ഞു വരും. ഒരു നോ സെറ്റിലിംഗ്. ആ ഓക്കെ ഓക്കെ. അദ്വൈത്, Yes, ma'am. why it is colloid? Here it's colloid because the particles do not settle down and they scatter light. Yes. So no settling down was observed. Settling down ഇല്ലാത്ത ഏതാ? സ്റ്റേബിൾ ആയിട്ടുള്ളത് ആകെ ഉച്ചറിഞ്ഞേ ഉള്ളൂ. ദാറ്റ് ഇസ് our colloid. Very good. And visible light, scattering of path കാണാം, ലൈറ്റിന്റെ path. So that is also visible for the whole time only in colloid. Very good. Then define solubility. Ditya, Ma'am, solubility means the maximum amount of solute dissolved in a solvent by a particular temperature is its solubility. at a particular temperature. Okay, not by a, at a. Okay. ma'am. Okay, ma'am. Yeah, very good. So solubilityയുടെ ഡെഫിനേഷൻ എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതുക. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? Then what are the factors affecting solubility and how they are affected? What are the factors? എന്തൊക്കെയാണ് factors and how they are affected? Just write. Sorry. ആഷ്ലിൻ, അതിനകത്തെ ഫാക്ടേഴ്സിന്റെ പേര് മാത്രം ഒന്ന് പറഞ്ഞു. ടെമ്പറേച്ചറും പ്രഷറും ആണ്. Very good. So that is temperature and pressure. And ടെമ്പറേച്ചറിന്റെ കേസിൽ എങ്ങനെയാണ്, പ്രഷറിന്റെ കേസിൽ എങ്ങനെയാണ്? ആരാധിക? Miss, if the temperature increases, solubility will also be increases. If In the temperature solid and increases, liquid. in solid and liquid. ലിക്വിഡിന്റെ പേര് പറയണ്ട കേട്ടോ, കാരണം ലിക്വിഡിനകത്തായിരിക്കും നമ്മള്
ഡിസോൾവ് ചെയ്യിപ്പിക്കും കേട്ടോ. നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ എടുക്കുന്നത് ലിക്വിഡ്, പക്ഷെ ഡിസോൾവ് ചെയ്യിക്കാൻ പോകുന്ന ആരെയാ? സോൾവെന്റ് ഗ്യാസ്. ഇനി ഗ്യാസിന്റെ കേസ് പറ. When the pressure increases, the solubility will also be increases in pressure. ആണോ? സോളിബിലിറ്റി ഇൻക്രീസ് ആവും. പ്രഷർ കൂട്ടിയാൽ സോളിബിലിറ്റി ഇൻക്രീസ് ആവും. അങ്ങനെയായിരുന്നോ? Eh? പ്രഷറിന്റെ കേസല്ലേ പറഞ്ഞത്? Pressure gas. ഓക്കെ. ഗ്യാസസിന്റെ ഓക്കെ, ടെമ്പറേച്ചറിന്റെ പറഞ്ഞായിരുന്നു ഗ്യാസസിന്റെ അല്ലേ? Temperature will increases, solubility will decreases. ഓക്കെ, യാ. പ്രഷറിന്റേത് മിസ് ദേവദർശൻ. ദേവദർശൻ കേൾക്കാമോ? പ്രഷറിന്റെ പറഞ്ഞു. Pressure act when the pressure is increased, solubility decreases. Pressure is increasing, solubility decreases. In the case of solid or gas? Solid gas. Solid ആണ് Gas, ഗ്യാസിന്റെ കാര്യമാണോ പറഞ്ഞത്? ഗ്യാസ്. ഓ യാ. Then what is the case of solids? അതോടെ പറ, സോളിഡിന്റെ കേസ് കൂടെ പറ. Temperature increases. അല്ല, പ്രഷറിന്റെ കാര്യം പറ. Temperature സോളിഡിന്റെ increases. കേസ് പ്രഷർ. Pressure decreases. Pressure decreases, solubility Increases. അങ്ങനായിരുന്നോ സോളിഡിന്റെ കേസില്? സോളിഡിന്റെ കാര്യം പറയാം, പ്രഷറിന്റെ കാര്യം. അവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. നാസിം പറ. നമ്മള് സോളിഡിന്റെ കാര്യമാണ് പറഞ്ഞത്. സോളിഡ് ലിക്വിഡിലോ പ്രഷറോ? സോളിഡിന്റെ സൊലിബിലിറ്റി ഇൻ ദ കേസ് ഓഫ് പ്രഷർ. പ്രഷർ എന്ന് പറയുന്ന ഫാക്ടറിനെ കൂട്ടുകയും കുറയ്ക്കുകയും. ഒരു എഫക്ട് ഉണ്ടാവില്ല. യെസ്, ഇറ്റ് ഇസ് റിമൈനിങ് അൺഎഫക്റ്റീവ്. ഓക്കെ, ഒരു എഫക്റ്റും ഇല്ല. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ് നാസിം. ക്ലിയർ ആയോ? എഫക്റ്റ് ഇല്ല കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് സോളിഡിന് ഒരു വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല, പ്രഷർ കൂട്ടിയാലും പ്രഷർ കുറച്ചാലും. Then, fourth question. A saturated solution of potassium chloride was prepared at 353 Kelvin, and then it is cooled to the room temperature. What would be observed, and explain the process behind it? Okay, all of you just write that and think about it. ആൻസർ പറയാനാണോ ശ്രീഹരി ഹാൻഡ് റൈസ് ചെയ്തേ? അതോ ഡൗട്ട് ആണോ? ആൻസർ പറയാനാണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണ്ട കേട്ടോ. ശ്രീഹരി ആൻസർ പറയാനാണോ? മിസ് അല്ല, ഈ 353K എന്താണ്? കെ എന്ന് പറഞ്ഞ കെൽവിൻ ആണ് അതിന്റെ ഒരു വേർഡ് വരുന്നത്. കെൽവിൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ടെമ്പറേച്ചറിന്റെ വേറെ സംഭവമാണ് കെൽവിൻ. യൂണിറ്റ് ആണ്. നമ്മൾ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻഹീറ്റ് എന്നൊക്കെ പറയില്ലേ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്, അതുപോലെ ഉള്ള യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ്. ശ്രീഹരി ഒന്ന് ഹാൻഡിൽ ഓവർ ചെയ്തോ കേട്ടോ. അഡോണ
അഡോണ ഉണ്ട്, അഡോണ. അഡോണ. Yes, ma'am. So, ഇതെന്താണ് സംഭവം? ഇതെന്താ ഇവിടെ സംഭവിച്ചത്? അതിന്റെ പേര് മാത്രം ഒന്ന് പറഞ്ഞു. വാട്ട് വുഡ് ബി ഒബ്സർവ്? എന്താണ് കാണാൻ പറ്റും? Salt crystals would come out. Yes, very good, very good. So, solid crystals would come out. അഡോണ മ്യൂട്ട് ചെയ്തോട്ടാ. So, crystals വരുന്നത്. Okay, we can see the crystals. Then, ശ്രീഹരി വരാം. Explain the process. Okay. ആ പ്രോസസ് എങ്ങനെയാ? How the crystals can be observed. ആ ഒരു പ്രോസസ് ബാക്കി എല്ലാവരും ടൈപ്പ് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. And ശ്രീഹരിയെ say the answer. സർ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുമ്പോൾ അത് കൂൾ ഡൗൺ ചെയ്ത് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അതാണ് ഒബ്സർവ് ചെയ്യണത്. ഇത്ര ലാഗായല്ലോ. മിസ് Yeah, why we can ഹാങ് ആയി. മിസ് പറയുന്നത് കേട്ടോ? ഇല്ല. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആണോ? മിസ് ഹാങ് ആയി. ഒക്കെ ഫോളോ പറ്റും. മിസ്സേ ശ്രീഹരി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. ഇപ്പൊ കേൾക്കാം. സോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്റ്റൽസ് കാണാൻ പറ്റുന്നത്? ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനെ കൂൾ ചെയ്യുമ്പോ അതിനകത്ത് കുറച്ച് സംഗതികൾ വരാനുണ്ട്. Okay, let me ask you another one. Rizwan, Mohammed Rizwan. Rizwan? Rizwan അനക്കൊന്നുമില്ലല്ലോ. No response. Nazim? മാം ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നതാണോ? പറഞ്ഞോ. ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുമെന്നാണോ? അതെ. ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. വാട്ട് ഇസ് ദ റീസൺ? എന്തുകൊണ്ടാണ് അങ്ങനെ ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നത്? വാട്ട് ഇസ് ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ്? സോളബിലിറ്റി കുറയും ടെമ്പറേച്ചർ കുറഞ്ഞപ്പോ. അപ്പൊ പിന്നെ ഫോമിൽ വരും. So that excess of solute is crystallizing out. അവിടെ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് സൊല്യൂബിലിറ്റി കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് എക്സസ് ഓഫ് സൊല്യൂട്ട് എന്ത് ചെയ്യുന്നത്? ക്രിസ്റ്റൽ ഔട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ് യു ഷുഡ് ആഡ് ഓൺ യുവർ ആൻസർ. ഓക്കെ. മിസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു ആൻസർ എങ്ങനെ പറയുമോ അതുപോലെ പറയും. ഓക്കെ. നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ വായിച്ചിട്ട് വേണം മിസ്സിന്റെ അടുത്ത് പറയാനായിട്ട്. അതിനാണ് മിസ് ടൈം തരുന്നത്. ഓക്കെ. ഓക്കെ നാസിൻ അങ്ങനെ ഉണ്ടെങ്കിൽ പൊക്കോട്ടോ. So clear with the fourth one, I hope, and now we can move to the fifth one.
What is unsaturated solution? What is unsaturated solution? Alga, Rajesh? Yes, ma'am. Correct. So unsaturated solution is a mixture when the solvent can dissolve more solute at a given temperature and pressure. ഇവിടെ കുറച്ച് പോയിന്റ്സ് ഒക്കെ എന്തോ വന്നിട്ടുണ്ട്. പക്ഷെ എൻറ്റയർലി ആൻസർ പറയുകയാണെങ്കിൽ അത്ര ഓക്കെ ആയിട്ടില്ല കേട്ടോ. കുറേ സംഭവങ്ങൾ ഇനി വരാനുണ്ട്. മിസ് പറഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെ ആണെങ്കിലും മിസ്റ്റേക്സ് ആണ്, തെറ്റാണ് കേട്ടോ. സോ കുഴപ്പമില്ല, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, മിസ് ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, സോ then let me ask you, Amina? Amina Iza? Amina Iza? Amina അനക്കൊന്നുമില്ലല്ലോ. ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ആമിന. Can I accept that? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആമിനയ്ക്ക്. Okay, Amina, put the answer in the chat box. Okay, Amina? Chat box answer ചെയ്യുക. You can't accept. Okay. Yeah. Armin? Yes, ma'am. So what is an unsaturated solution? Unsaturated solution, the maximum amount of solute can be dissolved in a given temperature. Unsaturated solution. Unsaturated. എങ്ങനെയാണോ unsaturated? Okay, you can mute. എന്തെങ്കിലും ആൻസർ പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ധീരജ്? Yes, What is ma'am. unsaturated solution? പറ unsaturated solution പറ. The substance in which we can dissolve more solutes. Unsaturated solution is a solution in which the amount of solute added is less than the saturation level. കേട്ടോ, ആ സാച്ചുറേഷൻ ലെവലിനേക്കാൾ കുറവാണ് എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. കിട്ടിയാ ധീരജ്? Yes, ma'am. ശ്രീഹരി ഡൗട്ട് ആണോ? അത് ആൻസർ പറയാനായിരുന്നോ? ആൻസർ പറയാനായിരുന്നു. ആൻസർ മിസ് ഒന്നും ചോദിച്ചില്ല ശ്രീഹരിയോട്. ഇനിയിപ്പൊ ഇവരോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ കേട്ടോ. ഒന്നും ഞാൻ ചോദിച്ചില്ല ശ്രീഹരിയോട്. ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം മിസ് ഒത്തിരി പേരുണ്ട് ക്ലാസ്സിൽ, എല്ലാവരോടും കൂടെ ഒന്ന് ചോദിച്ചു വരട്ടെ. ഓക്കെ, ഞാൻ ശ്രീഹരിക്ക് ആൻസർ പറയാം. എവിടെയാ? നമ്മുടെ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്താൽ മതി, മിസ് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ ദെൻ. സോ അപ്പൊ അൺസാച്ചുറേറ്റഡിന്റെ ആ ഒരു ഡെഫിനിഷൻ എഴുതുമ്പോ അങ്ങനെ വേണം കേട്ടോ. ആ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം കറക്റ്റ് ആയിട്ട് കൺവേ ആവണം. മീനിങ്ഫുൾ സെന്റൻസ് ആയിരിക്കും. ഓക്കെ,
Differentiate between saturated and super saturated. Differentiate between saturated and super saturated. ഇതിൽ നോക്കാതെ ആൻസർ പറയണം കേട്ടോ. ഇതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആദ്യം അൺമ്യൂട്ട് ആയിരുന്നു, പിന്നെ മ്യൂട്ട് ആക്കി, പിന്നെ ആൻസർ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഓൺ സെന്റൻസിൽ പറഞ്ഞു. The unsaturated solution contains less than the maximum amount of dissolved solute. അത് അൺസാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ് ആണ് ചോദിച്ചത്. സാച്ചുറേറ്റഡ്, സൂപ്പർ സാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. It contains less than the maximum amount of dissolved solute possible at a given temperature. അല്ല, ലെസ് ദാൻ അല്ല കേട്ടോ. ലെസ് ദാൻ വരുന്നതാണ് അൺസാച്ചുറേറ്റഡ്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചത് സാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് ആണ്. ഇത് ജമീൽ എന്ന് പറയാമോ? ജമീൽ റസാഖ്. റിക്വസ്റ്റ് അയക്കുന്നുണ്ട് ജമീൽ. What is a difference between the saturated and super saturated? Ma'am? Sixth question. Differentiate saturated and super saturated. Super saturated. Saturated or super saturated? ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഏത് ക്വസ്റ്റൻ ആണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ശ്രദ്ധിച്ചിരിക്കുക, കേട്ടിരിക്കുക. പറഞ്ഞു. അറിയാമോ? Yes, ma'am. Yes, so this holds maximum amount of dissolved solute. The amount of solute dissolved in it is maximum. Such a solution is called saturated solution. What is super saturated? Holds more than maximum amount of truth. The amount of solute dissolved in it is more than the saturation level. More than saturation level ആണ് super saturation. Oh, yeah, very Yes. good. Very good, Zamil. Next, seventh one. To make a saturated solution, 36 gram of sodium chloride is dissolved in 100 gram of water. Find its concentration mass by mass percentage. അത് കണ്ടുപിടിച്ച എല്ലാരും മാസ് ബൈ മാസ് പെർസെന്റേജിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് എല്ലാരും ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. What is the answer of this? And എല്ലാരും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇടുക. Okay, you have to put in the comment box. Fida Fatima, very good, correct. Zara, ഒന്നുകൂടെ നോക്കിയേ. Yes, Devanandan. Ma'am, സൂപ്പർ സാച്ചുറേറ്റഡ് വെച്ചാ നോർമൽ അല്ലേ? അല്ല, സാച്ചുറേറ്റഡിനേക്കാൾ എബവ്. മാം എനിക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് മനസ്സിലായില്ല. സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാല് ഓക്കെ, നമ്മളൊരു സൊല്യൂഷൻ എടുത്തു.
ഒരു സൊല്യൂഷൻ എടുത്തു, ഒരു സോൾവെന്റ്, ഓക്കെ, ഒരു സോൾവെന്റ് എടുത്തു, ഒരു 100 ml വെള്ളം ഒഴിച്ചു. എന്നുവെച്ചാൽ ഞാൻ അതിനകത്തോട്ട് സോൾട്ട് ആഡ് ചെയ്യാണ്. സോൾട്ട് ആഡ് ചെയ്ത് എനിക്കൊരു ലിമിറ്റ് അല്ലെ, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു തരി പോലും സോൾട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ അതൊരു 50 gram ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 20 gram ആണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു വെള്ളത്തെ കൊണ്ട് ചൂടാണ്, ഹീറ്റ് ചെയ്യും. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസസ്, സൊല്യൂബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. സൊല്യൂബിലിറ്റി വീണ്ടും കൂടും അല്ലെ. ഇൻ ദ കേസ് ഓഫ് സോളിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, when the temperature increases, solubility also increases, കൂടും. ഞാൻ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചറിനെ കൂട്ടിയിട്ട് ഞാൻ വീണ്ടും ഇതിനകത്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നോക്കിയാൽ അത് ഡിസോൾവ് ആവില്ലേ? മുമ്പ് എനിക്ക് ഡിസോൾവ് ആക്കാൻ പറ്റിയില്ല, ആ ഒരു ടെമ്പറേച്ചർ വെച്ചിട്ട് എനിക്ക് ഡിസോൾവ് ആക്കാൻ പറ്റിയില്ല. ഞാനപ്പോ എന്ത് ചെയ്തു, ഇത് ചൂടാക്കിയിട്ട് ഞാൻ ബാക്കി കിട്ടും, അപ്പൊ അത് ഡിസോൾവ്. ഓക്കെ, സോ നമുക്ക് യൂഷ്വലി ആ ഒരു സൊല്യൂഷൻ ഒരു സൊല്യൂബിലിറ്റി ഉണ്ടായിരുന്നു, ഞാൻ അതിനേക്കാൾ കൂടുതൽ കിട്ടും. ദാറ്റ് ഇസ് സൂപ്പർ സാച്ചുറേറ്റഡ്. ഇതേന്നും ക്ലിയർ ആയോ? മാം അപ്പോ രണ്ടിന്റെ ഡിഫറൻസ് പറയുമ്പോ ഇറ്റ് ഈസ് ജനറലി സ്റ്റേബിൾ, അൺസാച്ചുറേറ്റഡിന്റെ അടുത്ത് ഇറ്റ് ഈസ് ജനറലി സ്റ്റേബിളും, സൂപ്പർ സാച്ചുറേറ്റഡിന്റെ അടുത്ത് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾഡ്, അങ്ങനെ ആക്കാൻ പറ്റുമോ? അല്ല, അത് നമ്മൾ കൊളോയിഡ്സിനകത്തും പിന്നെ നമ്മളുടെ സസ്പെൻഷനകത്തും ഒക്കെയാണ് സ്റ്റേബിൾ അൺസ്റ്റേബിൾ ഒക്കെ യൂസ്. സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡിനകത്ത് അങ്ങനെ സ്റ്റെബിലിറ്റിയുടെ വിഷയമില്ല കേട്ടോ. ആ പോയിന്റ് എഴുതണ്ട. ഒരെണ്ണത്തിനകത്ത് മോർ ദാൻ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടേ ഉള്ളൂ, മറ്റേതില് മോർ ദാൻ ദ മാക്സിമം ലെവൽ ഓഫ് സൊല്യൂട്ട്. ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഒരെണ്ണത്തിനകത്ത് മാക്സിമം എമൗണ്ട്, മറ്റേതില് മോർ ദാൻ ദ മാക്സിമം. ക്ലിയർ ആയോ? അപ്പോ എക്സ്ട്രാ സൊല്യൂട്ട് ക്യാൻ ക്രിസ്റ്റലൈസ് ഔട്ട് ഈസിലി, അതില്ലേ? അത് സാച്ചുറേറ്റഡിനും സൂപ്പർ സാച്ചുറേറ്റഡിനും പറ്റും ക്രിസ്റ്റലൈസേഷൻ. സാച്ചുറേറ്റഡ് വെച്ചിട്ട് നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും, പിന്നെ സൂപ്പർ സാച്ചുറേറ്റഡ് വെച്ചിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയാൻ പറ്റും. ഓക്കെ. സോ ഇവിടെ ഒത്തിരി പേര് ആൻസേഴ്സ് എഴുതുന്നുണ്ട് കേട്ടോ, മാം കാണുന്നുണ്ട്. സോ ഏറ്റവും ആദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞ ആളെ മിസ് പറഞ്ഞിരുന്നു അല്ലേ? ഫിദയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി പേർക്ക് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് കേട്ടോ. റൂബി മരി ആദ്യം ശരിയായിട്ട് ഇട്ടിട്ടുണ്ട്. അഡോണ കറക്റ്റ്, ജോവാന കറക്റ്റ്, ഫിദൽ കറക്റ്റ്, then ആഷ്ലിൻ കറക്റ്റ്, ശ്രീഹരി അല്ല കേട്ടോ. ആമിന കറക്റ്റ്. യാ, സോ ഫിദ ഫാത്തിമ ആൻസർ പറഞ്ഞേ. എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ട്, എല്ലാവർക്കും പിടികിട്ടണം ഇതെങ്ങനെയാണ്. മാസ് ഓഫ് ഇക്വേഷൻ പറഞ്ഞു. മാസ് ഓഫ് sodium chloride is 36 gram and mass of water is 100 gram. Okay. So mass of solution is 36 gram plus 100 gram. Okay. Then പറഞ്ഞോ. എത്ര ഉള്ളത് ഇതാ? Then mass of solute by mass of solution 36 by 136 into 100. So we get 26.46%. വെരി ഗുഡ്. സോ നോക്കിയേ, മാസ് ബൈ മാസ് പെർസെന്റേജ് ഉണ്ട്. ശ്രീഹരി ശ്രദ്ധിച്ചിരുന്നാണ് കേട്ടോ. മാസ് ബൈ മാസ് പെർസെന്റേജിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? മാസ് ഓഫ് സൊല്യൂട്ട്, മാസ് ഓഫ് സൊല്യൂഷൻ.
അല്ലെ? സൊല്യൂട്ട് തന്നിട്ടുണ്ട്, സോഡിയം ക്ലോറൈഡ് ആണ്, അതിന്റെ മാസം തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 36. നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് എവിടെയാണെന്നറിയോ? മാസ് ഓഫ് സൊല്യൂഷനിൽ. ഓക്കെ, മിസ്റ്റേക്ക് പറ്റിയത് നോക്കിയേ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഈ സോൾവെന്റും ഈ സൊല്യൂട്ടും രണ്ടും കൂടെ ചേരുന്നതല്ലേ സൊല്യൂഷൻ എന്ന് പറയാ, അല്ലെ? ഇവിടെ സൊല്യൂട്ടിനെ തന്നിട്ടുണ്ട് സോഡിയം ക്ലോറൈഡ്, ഉപ്പ്. ആൻഡ് വാട്ടർ ഇസ് നോട്ട് ദ സൊല്യൂഷൻ, ഇറ്റ് ഇസ് ദ സോൾവെന്റ്. സോൾവെന്റ് ആണ് വാട്ടർ. ഓക്കെ, ഈ സൊല്യൂട്ടും ഈ സോൾവെന്റും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സൊല്യൂഷൻ. സോ സോൾവെന്റിന്റെ ഗ്രാം എത്ര? 100 gram. അത് സോൾവെന്റിന്റെ ഗ്രാമാണ്. ഓക്കെ, വാട്ടർ 100 gram എന്നുള്ളത് സോൾവെന്റ് ആണ്, സൊല്യൂഷൻ അല്ല. ആൻഡ് സൊല്യൂട്ട് 36. അപ്പൊ മൊത്തം സൊല്യൂഷന്റെ മാസ് എത്ര വരും? വാട്ട് ഈസ് ദ മാസ് ഓഫ് സൊല്യൂഷൻ? ഇത് രണ്ടിന്റെയും കൂടെ മാസ് കൂട്ടുന്നതാണ്. സോ വി ഗെറ്റ് 136. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാ? 136 ആണ്. ഓക്കെ, സോ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും കൊണ്ട് തീർന്നില്ല അല്ലെ ഇക്വേഷൻ. ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 100. സോ 36 by 136 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 0.2646 എന്നൊക്കെ പറഞ്ഞ് കിട്ടും, എക്സെട്ര എക്സെട്ര. അതിന്റെ കൂടെ ഇൻറ്റു 100 കൂടെ വരും. രണ്ട് പ്ലേസ് മാറ്റി കുത്തിടുമ്പം 26.47. 26.47. ശ്രീഹരി ക്ലിയർ ആയോ? എനിക്ക് 36 by 136 into 100 കിട്ടി. ഞാനത് ക്യാൻസൽ ചെയ്യാൻ നോക്കിയപ്പോഴാണ് തെറ്റ് പറ്റിയത്. ക്യാൻസൽ ചെയ്യാൻ പറ്റാ? ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതാണ് തെറ്റ് പറ്റിയത്. ഓക്കെ. Then what is dilute and what is concentrated solution? അത് എളുപ്പമല്ലേ? ഡൈല്യൂട്ടും കോൺസെൻട്രേറ്റഡ്. ഒന്ന് വേഗം എടുക്കുക എല്ലാരും. ശ്രീഹരി ഹാൻഡ് ലോവർ ചെയ്യുന്നു കേട്ടോ. ദേവനന്ദൻ, വാട്ട് ഇസ് ഡൈല്യൂട്ട് സൊല്യൂഷൻ? ഡൈല്യൂട്ട് മാത്രം എന്ന് പറഞ്ഞേ. ദേവനന്ദൻ, ജൊഹാന, ദീപ്തി ആൻസർ പറയാൻ. Can you hear me? Dilute solution ആണ് പറയേണ്ടത്. Dilute solution is in which there is a dilute solution in which small amount of solute is dissolved. ലെസ് എമൗണ്ട്. സ്മോൾ എമൗണ്ട് എന്നാൽ ഒരു ലെസ് എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഡൈല്യൂട്ട് എന്ന് പറയും. ഓക്കെ, സ്മോൾ എമൗണ്ടും ലെസ് എമൗണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് മീനിങ്ങിൽ കേട്ടോ. Okay, ma'am. Oh, yeah. So Johanna told the right answer. Very good. Deepthi and Devnandan. Deepthi doubt ആണോ? No, ma'am. Previous page ഒന്ന് കാണിക്കാമോ? Previous page. And Devnandan, മിസ് വിളിച്ചായിരുന്നു, നാളെ കിട്ടിയില്ലല്ലോ. I went for drinking water. Okay. Then can you explain concentrated solution? What, ma'am? Concentrated. What is concentrated solution? Ma'am, a mixture that has a
a large amount of dissolved substance Yeah. packed into a small amount of water. Yes, comparatively larger amount of solute is added in a solvent, is it? Okay, very good. Devnandan. And the next question. What is suspension and write its properties? What is suspension? Suspension and now. എല്ലാരും എഴുതിക്കേ. Ruby Maria. Yes, ma'am. Yeah. So what is suspension? Suspension is a heterogeneous mixture containing a large amount of properties. It shows Tyndall effect as well, and the particles settle down. Okay, so suspension heterogeneous ആണോ homogeneous ആണോ? Ruby Maria, is it heterogeneous or homogeneous? Heterogeneous. Heterogeneous. So it is a heterogeneous mixture in which you can see the particles with your naked eyes, which is not dissolving. Okay, where the solute will not dissolve in the solution. അതാണ് ഡെഫിനിഷനകത്ത് വരേണ്ടത്. Okay, and you can see the particles with your naked eyes. Particles are visible. ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷനെയാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുന്നത്. രൂപി പറഞ്ഞ ഒത്തിരി പോയിന്റ്സും കറക്റ്റ് ആണ്, പക്ഷെ എന്താണ് അതൊക്കെ പ്രോപ്പർട്ടീസിനകത്ത് നമുക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്. വാട്ട് ഈസ് സസ്പെൻഷൻ എന്ന് ചോദിച്ചാൽ ഇതാണ് പറയേണ്ടത്. ഓക്കെ, yeah. So, ആരാ പറയുന്നത് പ്രോപ്പർട്ടീസ്? Who will say Shreya? Shreya, are you there? Shreya Lakshmi? Yes. പറഞ്ഞു. Properties. Particles are visible to see to the naked eye. It settle down when it is undisturbed. Okay. It can be separated by filtration. They scatter light. But not always. They will scatter the light temporarily, is it? That much. അത്രേ ഉള്ളൂ. ഓക്കെ, ഉണ്ട്, പോയിന്റ്സ് ഉണ്ട്. സമീഹയ്ക്ക് ബാക്കി പറയാമോ? സമീഹ, are you there? സമീഹ? അബ്രാർ? Abrar, are you there? Yes, ma'am. So say the properties of suspension. Ma'am, what properties of? Suspension. Ma'am, മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ? Properties of? Suspension. Suspension, okay. The properties of suspension are particles are large and visible. പിന്നെ
the particles will settle down when they're left undisturbed. It's a heterogeneous mixture. Can be separated by filtration. Ma'am, that's all I know. Okay. So എല്ലാവരും 4 points ഒക്കെ പറഞ്ഞ് നിർത്തി അല്ലേ? Then see, it can scatter the beam of light temporarily. Is it? That is the 5th point. When undisturbed, kept undisturbed, it will settle down so the solution is unstable. That is the 6th one. Okay. 6 points ആയാലും നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവും. Yeah. Then the next one. Water is a compound while air is a mixture. Justify the statement with 3 points. 3 difference പറയാം. Okay, water is a compound and air is a mixture. ഇത് തമ്മിലുള്ള 3 points. Karthik, can you say that? Karthik? Karthik, are you there? Iza? Iza? Iza also no response. Sri Parvati? Sri Parvati, are you there? No response. Amaya? Amaya? ആരുമില്ല. ശ്രീ പാർവതി? Okay, Karthik outside ആണ്. So, സമീഹയ്ക്ക് mic issues ആണ്. Okay. So, Zamiha, then Karthik, രണ്ടുപേരും ഇതിന്റെ ആൻസർ ടൈപ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ, കാർത്തിക് ആൻഡ് സമീഹ. ശ്രീ പാർവതി മാം റിക്വസ്റ്റ് അയക്കുന്നുണ്ടല്ലോ. ശ്രീ പാർവതി ശ്രീ പാർവതി നോക്കിയേ. 10th question സമീഹ. ശ്രീ പാർവതി മിസ്സിന്റെ റിക്വസ്റ്റ് കിട്ടുന്നില്ല, അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. എനിക്ക് ശ്രീ പാർവതി വേഗം ടൈപ്പ് ചെയ്തേ. ആദ്യത്തെ ആദ്യത്തെ ഓക്കെ, ശ്രീ പാർവതി ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ശ്രീ പാർവതി ടൈപ്പ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ ഉണ്ടോ? ആദ്യദേവന്റെ അനുഭവമില്ല. നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക കേട്ടോ. ദേവനന്ദൻ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. ദേവ്. Yes, ma'am. സോ എന്താ ഹാൻഡ് റൈസ് ചെയ്തിരുന്നേ? Ma'am, ആൻസർ പറയാൻ. 10th ആൻസർ പറയാനാ. ഓക്കെ, ഇല്ല ഒന്ന് വെയിറ്റ് ചെയ്യാൻ. കുറച്ച് പേരുടെ കമന്റ് ബോക്സിൽ മിസ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആൻസേഴ്സിന് ഒന്ന് വെയിറ്റ് ചെയ്യാൻ മിസ് കേട്ടോ. ശ്രീഹരി അതുപോലെ ആൻസർ പറയാനാണോ? 10th അല്ലേ? അതെ, ശ്രീഹരി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കേട്ടില്ല. ശ്രീഹരി മിസ് ആൻസർ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. കമന്റ് ബോക്സിൽ ആൾക്കാരോടൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പറയാം. ശ്രീ പാർവതി, ആദിദേവ്, സമീഹ ആൻഡ് കാർത്തിക് 4 പേരുടെ കമന്റ് വേണ്ടിയാണ് മിസ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതാണ് അൺമ്യൂട്ടഡ് ആയിട്ടിരിക്കുന്നത്. ഒന്ന് മ്യൂട്ട് ചെയ്തേ. ശ്രീഹരിയാണോ അതോ ദേവനന്ദനാണോ? ഓക്കെ, കാർത്തിക് ക്വസ്റ്റ്യൻ പോലും കേട്ടിട്ടില്ല അല്ലേ കാർത്തിക? ധീരജ് കറക്റ്റ് ആയിട്ട് 8 മണിയായിട്ട് ചൈനീസ് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ സോ ദയനന്ദൻ നെയ്യൊന്ന് ആൻസർ പറഞ്ഞേ. Ma'am, water is a chemical compound because hydrogen and oxygen bound together in a fixed pressure. But in the case of air, okay. So in the case of air, it is not like that. There is no fixed proportion. The compound is having a fixed proportion, but mixture is not having a fixed proportion. That is the first difference. Then compound is there is a chemical bonding and chemical reaction happen. Okay, chemically bonded ആണ്. But in the case of mixture, you know that it is just physical mixing മാത്രമേ, nothing chemical. Okay, so that is the second. And compound cannot be easily separated. പെട്ടെന്ന് separate ചെയ്യാൻ പറ്റില്ല by physical method. But mixture we can do that. Okay, mixture we can separate that with physical method. Easily separate that with simple physical methods. Okay, so അതാണ് 3 ഡിഫറൻസ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക. ആൻഡ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളതും ഇതുപോലൊക്കെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ അപ്പം ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, so thank you for joining the session today. Good night and goodbye everyone. ദേവനന്ദൻ doubt ആണോ? Ma'am, daily test ഇല്ലേ? ഇല്ല, വർക്കൗട്ട് ഇല്ല കേട്ടോ. Okay. Okay, bye everyone.